അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ് അവർക്ക് നാം അവാർഡ് നൽകി. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ സവിനയം അത് സ്വീകരിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ അവസരത്തിൽ ഉസ്താദിൻ്റെ ജീവിതത്തിൽ നിന്നും ചര്യയിൽ നിന്നും ചില ഗുണപാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് എന്താന്ന് പറഞ്ഞാൽ, മനസ്സിലായ സത്യം തുറന്നു പറയുന്നതിൽ ഒരു വിധത്തിലും സങ്കോചം കാണിക്കാത്ത, ഭയപ്പാട് കാണിക്കാത്ത ഉഖർവിയായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. ഇതിന്റെ പിന്നിൽ ആരൊക്കെ അനുകൂലിക്കും പ്രതികൂലിക്കും എന്ന ചിന്തയില്ലാതെ ഒരു ആലിമിന്റെ ദൗത്യം ധർമ്മം എന്താണോ അത് നിർവഹിക്കുക എന്നത് മനസ്സിലാക്കിക്കൊണ്ട് പല ഘട്ടങ്ങളിലും സത്യം തുറന്നു പറഞ്ഞിട്ടുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട മുഹ്യിസുന്ന ഉസ്താദ് അവർകൾ. അതുകൊണ്ട് ചില ആളുകളൊക്കെ പ്രതികൂലികളായിട്ടുണ്ട് എന്നത് ശരിയാണ്. ഒരു ആലിമിന് ആരും പ്രതികൂലിയില്ല. എല്ലാ ബിദ്അത്തുകാരും അനുകൂലമാണ്, എല്ലാ ഫാസിഖ്യങ്ങളും അനുകൂലമാണെങ്കിൽ ആ ആലിം അയാളുടെ ധർമ്മം നിർവഹിച്ചിട്ടില്ല എന്നതിൽ തെളിവാണ്. നേരെ മറിച്ച് ഒരു ആലിമിന് ബിദ്അത്തുകാരുടെ എതിർപ്പുണ്ട്, ഫാസിഖ്യങ്ങളുടെ എതിർപ്പുണ്ട് എങ്കിൽ ആ ആലിമിന്റെ ധർമ്മം നിർവഹിച്ചു എന്നതിന്റെ തെളിവാണ്. ആരെങ്കിലും അപശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ, രണ്ടാമത്തെ കാര്യം, ആരെങ്കിലും അപശബ്ദം ഉണ്ടാക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുമ്പോഴേക്ക് വികാര വിജൃംഭിതനായി അതിനെതിരെ പ്രതികരിക്കാൻ എടുത്തു ചാടുക എന്ന സ്വഭാവം ഉസ്താദിനില്ല. അപശബ്ദങ്ങൾ അവഗണിക്കുകയാണ് ചെയ്യാറുള്ളത്. അതിനെ മറുപടി പറയാൻ പോവുകയോ അതിന് പിന്നാലെ പോവുകയോ രോഷാകുലനാകുകയോ ചെയ്യുന്ന പതിവ് ഉസ്താദ് അവർകൾക്കില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിനയം എന്ന് പറയുന്നത്, കുട്ടിക്ക് പോലും ഉസ്താദിനോട് കാര്യങ്ങൾ സംസാരിക്കാം. ഒരു വിധത്തിലുള്ള ഗർവോ അഹങ്കാരമോ ഉൾനാട്യമോ ഇല്ലാതെ ജനങ്ങളോട് വളരെ വിനയപരമായി സാധാരണക്കാരോടും പണ്ഡിതന്മാരോടും കുട്ടികളോടും വിദ്യാർത്ഥികളോടും ഒക്കെ പെരുമാറുന്ന വിനയാന്വിതനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. ഈ ഗുണപാഠങ്ങൾ അങ്ങൂരിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹുവിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നീട് ഉസ്താദിന് വേണ്ടിയുടെ നടത്തിയ ദുആയിലൊക്കെ എന്താന്ന് പറഞ്ഞത്, അള്ളാഹു ആരോഗ്യത്തോടുള്ള ദീർഘായുസ് നൽകട്ടെ, ആരോഗ്യത്തോടുള്ള ദീർഘായുസ് നൽകട്ടെ. ചില ആളുകളൊക്കെ ചെറിയ സദസ്സിൽ എനിക്കും അങ്ങനെ ദുആന്ന് തരാറുണ്ട്. എനിക്കിപ്പോൾ സങ്കടം തോന്നും. കാരണം കാക്കന്റെ ആയുഷ്മൽ ദുന്യാവിൽ കുറെ ജീവിച്ചതുകൊണ്ട് ഏതായാലും ഇതിന്റെ ഒരു ക്ലോസിംഗ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടുന്ന് അങ്ങോട്ടുള്ളതാണ് കാര്യമായ സംഗതി. അപ്പൊ അതുകൂടി ഉൾപ്പെടുന്നത് നല്ലതാണ്. അങ്ങനെയാണല്ലോ മുഅ്മിനീങ്ങൾ, ഖിയാമത്ത് നാളെ വരുന്ന മുഅ്മിനീങ്ങൾ ആദം നബി അലൈഹി സ്വലാം തൊട്ട് ഇതുവരെയുള്ളതായ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ, റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഒന്നാമതായിട്ട് നമുക്ക് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുക, രണ്ടാമതായിട്ട് അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് പാരത്രിക കാര്യവും കൂടി ഉൾപ്പെടുത്തുന്നത്. ആരോഗ്യത്തോട് ദീർഘായുസ്സുകൊണ്ട് കാര്യമുണ്ട്, ആഖിറത്തിലേക്കും കാര്യമുണ്ട്. എന്നിരുന്നാലും ചെയ്ത അമലുകൾ അല്ലാഹു തആല കബൂൽ ചെയ്യുവാനും ഹുസ്നുൽ ഖാത്തിമത്തിന് വേണ്ടി പിന്നെ ശാശ്വതമായ സഅദത്തിന് വേണ്ടി, സൗഭാഗ്യത്തിന് വേണ്ടി കൂടി ദുആ ചെയ്യുന്ന ഒരു ശീലം നമ്മൾ എല്ലാവരും പരസ്പരമുള്ള ദുആയിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. വെറും ആരോഗ്യത്തിന് വേണ്ടി ദീർഘായുസിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് നിർത്താതെ ചെയ്തിട്ടുള്ള അമലുകൾ അല്ലാഹു കബൂൽ ചെയ്യുവാൻ വേണ്ടിയും അതുപോലെ തന്നെ ഹുസ്നുൽ ഖാത്തിമത്തിന് വേണ്ടിയും അബദിയായ സഅദത്തിന് വേണ്ടി കൂടി ദുആയിരുന്നാൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട മുഹ്യിസുന്ന ഉസ്താദ് അവരുടെയും നമ്മുടെയും എല്ലാ അമലുകളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവർക്കും നമുക്കും അല്ലാഹു ഇഷ്ടകരമായിട്ടുള്ള ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനം നല്ല സൗഭാഗ്യത്തോടുകൂടി വഫാത്ത് മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു മഹാനവർകൾക്കും നമുക്കും നൽകുമാറാകട്ടെ. ഉഖർവിയായ സഅദത്ത്, സൗഭാഗ്യം അല്ലാഹു തആല ബഹുമാനപ്പെട്ടവർക്കും നമുക്ക് നൽകുമാറാകട്ടെ. സ്വർഗ്ഗലോകത്തെ ബഹുമാനപ്പെട്ടവരെയും നമ്മളെയും അല്ലാഹു ഒരുമിച്ച് പിടിച്ചിരുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ രചനകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോഴും ആവേശഭരിതനായിക്കൊണ്ട് തന്നെ വളരെ ഉത്സാഹത്തോടുകൂടി അനാരോഗ്യം പരിഗണിക്കാതെ, ക്ഷീണം പരിഗണിക്കാതെ ഇൽമിനോടുള്ള മഹബത്ത് കൊണ്ട് ഇപ്പോഴും ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. ഉസ്താദിന്റെ ചില കൃതികളൊക്കെ ബൈറൂത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഗ്രന്ഥങ്ങളും വിദേശത്ത് പ്രസിദ്ധീകരിക്കാൻ വേണ്ട ശ്രമങ്ങൾ നിങ്ങൾ എല്ലാവരും നടത്തണമെന്നാണ് പറയാനുള്ളത്. വിദേശത്തിൽ നിന്ന് അത് പ്രസിദ്ധീകരിച്ചെങ്കിലേ ആഗോളതലത്തിലുള്ള മാർക്കറ്റുകളിൽ എത്തുകയുള്ളൂ. ഉസ്താദിന്റെ ചില കൃതികൾ ഇപ്പോൾ അങ്ങനെ വിദേശത്ത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ബാക്കിയുള്ളതുകൂടി പ്രസിദ്ധീകൃതമാകാൻ വേണ്ട ശ്രമങ്ങൾ എല്ലാവരും ഉത്തരവാദപ്പെട്ടവർ നടത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.